ഹായ് ഹലോ. കാത്തിരുന്ന് പോകേണ്ട ദിവസം എത്തി കേട്ടോ. രാവിലെ ഏട്ടൻ ഈ പുട്ട് പോലെ എന്തോ ഒരു സാധനം ഒഴുകി കൊണ്ടുവന്നു, അതിനോട് ഒരു മുട്ടയും പൊരിച്ച് തന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ അത് വായിലാക്കിയിട്ട് ഞാൻ വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. ചെയ്യേണ്ട കാര്യങ്ങളും അമ്മ പോയി കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ അവനോടിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അവന് രാവിലെ തൊട്ട് നല്ല ചുമയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് കുറേ കേട്ടിട്ടിരുന്ന് കരയുവാണ്. അപ്പം കിച്ചാപ്പിയാണെങ്കിൽ നല്ല ഉറക്കം. അനങ്ങാതെ എന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോരാന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് പതുക്കെ അനങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു പതിയെ ഇങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ അപ്പം ചാടി എണീച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തൂട്ടി കളഞ്ഞ്. കിച്ചാപ്പിക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം ഞാൻ എവിടെയും കിച്ചാപ്പി ഇട്ടിട്ട് നിന്നിട്ടില്ല കേട്ടോ. കിച്ചുവാണെങ്കിൽ ഉറക്കത്തിലൊക്കെ എണീച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ എന്നെ തപ്പിയിട്ട് ഇച്ചിരി എങ്ങനെ മാറി കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് ഓടി നിന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ച് അങ്ങനെ അങ്ങ് കിടക്കും. അതുപോലെ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഞാൻ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് അനുഭവിച്ചവർക്കേ ഈ ഒരു വിഷമം എന്താണെന്ന് അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ പണ്ട് റീലിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ സംഭവം. എങ്കിലും സ്വന്തമായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒന്ന് കരഞ്ഞു തീർക്കാത്തതുകൊണ്ട് അത്രയും വിഷമം. സത്യത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രവാസികളായിട്ട് പോകുന്ന അമ്മയും അച്ഛനൊക്കെ ഇല്ലേ, അവരായിട്ടൊന്ന് ജീവിച്ചാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടിയില്ല. 2 മണിക്കാണ് ഫ്ലൈറ്റ്. 1 മണിയാകുമ്പോൾ അവിടെ എത്തണമെന്നാണ് ആ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ 11 മണിയായപ്പോഴും ഇറങ്ങിയത്. പിന്നെ ട്രാഫിക്കോ ബ്ലോക്കോ ഏതോ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയനായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടുമില്ല. ഞാൻ ഒരു വാക്കം നേരം പോലെ കഴിച്ചിട്ടില്ല. ആ പുട്ട് കുറച്ച് വാരി വെച്ചിരുന്നു, അത് ഇറങ്ങുന്ന പോലും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര കട്ടിയോ. ഇനി അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റാതെയാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഫ്ലൈറ്റിൽ തന്നെത്താൻ എവിടെയെങ്കിലും പോകാമെന്ന് പറയുന്നത് എനിക്ക് കുറേ നാളുകളായിട്ട് ഭയങ്കരമായിട്ടും ഞാൻ ഒരു കംഫർട്ടബിൾ അല്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര പേടിയാണ്. ആരെങ്കിലും ഏട്ടനെ കൂട്ടി പിടിച്ച് പോയി ഉണ്ട്. ഞാൻ ഈ ഫ്ലൈറ്റിന് എയർപോർട്ടിൻ്റെ ഈ വാതിലൊക്കെ ചെയ്താൽ എന്തൊക്കെയാണ് പുള്ളി എന്നോട് ആദ്യം ബോർഡിംഗ് പാസ്സാണ് ചോദിക്കുന്നത്. ഞാൻ ആധാർ കാർഡൊക്കെ എടുത്താൽ കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതല്ല അമ്മ ഇന്നതൊക്കെ പറഞ്ഞിട്ട് പുള്ളി തിരിച്ചു തിരക്കി ഏട്ടനെ പുറത്തുനിന്ന് എടുത്തുന്ന വീഡിയോ കേട്ടോ. എൻ്റെ ടെൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇതിനകത്തോട്ട് കയറിയിട്ടെന്നാ ഒരു പിടിയില്ല. അതിനിടയ്ക്ക് തന്നെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഇത് തന്നെ ഓടിച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നത്. ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും. പിന്നെ അവസാനം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടല്ലേ കയറിയതാണ്. അതിൻ്റെയൊക്കെ ഒരു റെഫറൻസൊക്കെ വെച്ചിട്ട് ഇൻഡിഗോയുടെ ആ ഒരു കൗണ്ടറിൽ എന്നിട്ട് ഞാനങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് ടൈമില്ല, 10-15 മിനിറ്റുള്ളൂ. പക്ഷേ വിശന്നിട്ട് എനിക്ക് വലിയ വിശപ്പില്ല. പക്ഷേ ഇനി ഫ്ലൈറ്റ് കയറി വിശന്നു പോയി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ഒരു ഫുഡ് കഴിച്ചിട്ടോ. എന്നുണ്ട് എൻ്റെ ഫസ്റ്റ് കാലാണ് ഫ്ലൈറ്റിലോട്ടുള്ള എൻ്റെ ആദ്യത്തെ കാൽവയ്പ്പ്. അപ്പം ഫുഡ് കഴിച്ച കാര്യമാണ് ബെസ്റ്റ്. ഒരു മസാലോശം ചായ വാങ്ങിച്ചാൽ അത്ര പൈസ ആവില്ല എന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചതാട്ടോ ഞാൻ, വളരെ കാൽക്കുലേറ്റ് ചെയ്ത്. പക്ഷേ എൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം ആസ്ഥാനത്തായിരുന്നു. 600 രൂപയായി കേട്ടോ, 590 രൂപയായി. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇത്രയും അടുത്ത് മേളിക്കൂടെ ആകാശത്തോടെ പോകുന്നതും പിന്നെ തിരുവനന്തപുരത്തൊക്കെ നമ്മളാ സൈഡിലൊക്കെ പോകുമ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ ഫ്ലൈറ്റ്. അങ്ങനെ കണ്ടിട്ടുള്ള അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലൈറ്റിലെ യാത്ര കേട്ടോ. അങ്ങനെ ഞാൻ കയറിയ ഫ്ലൈറ്റ് ഇതാ മൂവ് ചെയ്യുവാണേ. സത്യത്തിൽ ആകാശത്തേക്ക് എത്തുമ്പോഴേ എന്തൊരു ഫീലാണെന്നറിയാമോ. നമ്മൾ മാത്രം പറക്കുന്നു ആകാശത്തിൽ, ബാക്കി എല്ലാവരും താഴെ ഭൂമിയിൽ. അങ്ങനെയൊക്കെ ഒരു ഫീലല്ലേ. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സങ്കടം ഒരു വല്ലാത്തൊരു ഭാരമുണ്ടല്ലോ, അതും ഈ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും പേടി എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒരു വിധം വരുക. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹൈദരാബാദിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റാണ് എനിക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന ആ ഒരു മേളിൽ കൂടെ കയറുന്ന ആ ഒരു സംഭവമില്ലേ, ഡയറക്റ്റ് കയറുന്ന സ്റ്റെപ്പിൽ കൂടെ തറയുന്നല്ല, നമ്മൾ എയർവേ ഇല്ലേ, അങ്ങനെയായിരുന്നു കയറിയത്. അങ്ങനെ ഹൈദരാബാദ് വന്നിട്ട് ഞാൻ ഇറങ്ങി. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കൂടുതൽ പേരും പോകുന്ന വഴി കൂടെ അങ്ങ് പോയി അവരുടെ പുറകെ. അപ്പോൾ പിന്നെ ഗേറ്റിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ. അപ്പം ഞാൻ ഗേറ്റ് കണ്ട് 118 അങ്ങോട്ടായിരുന്നു കേട്ടോ. മറ്റേ ഗേറ്റ് അടുത്തായിരുന്നു, ഇത് ലോ ഫ്ലോറിലായിരുന്നു കേട്ടോ, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും ആ ഗേറ്റിലെങ്ങും ആരുമില്ല. അപ്പോൾ അവർ പറഞ്ഞു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ മാം എന്ന് പറഞ്ഞു. അപ്പം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് 118 എൻ്റെ ഇത് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് ഫോണിൽ ചാർജില്ല. ഫോൺ ചാർജ് ചെയ്യാനായിട്ട് കുത്തിയതും പെട്ടെന്ന് അലാം പോലെ ഇവർ ടക്കടക്കയ്യെന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം പെട്ടെന്ന് കയറി. എനിക്ക് ആ ക്യൂ അവിടെ നിന്ന് കാണാമായിരുന്നു. അങ്ങനെ ആ ക്യൂ തീരുന്നതനുസരിച്ചിട്ട് ഈ ബസ്സിലാണ്
സെക്കൻഡ് ഫ്ലൈറ്റിലോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അത് ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയിൽ 2 കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. ഒന്ന് ആ എയർവേസിലൂടെ എങ്ങനെ കയറുന്നതും, പിന്നെ ഈ ബസ്സിൽ പോയിട്ട് നമ്മൾ താഴത്തെ സ്റ്റെപ്പിലൂടെ കയറത്തില്ലേ, അങ്ങനെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബസ്സിലായിരുന്നു. അപ്പോൾ ബസ്സിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. മന്ദബുദ്ധി എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എത്ര വീഡിയോസ് കണ്ടെന്നറിയാമോ, ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ഫ്ലൈറ്റൊക്കെ പറക്കുമ്പോൾ എല്ലാം കൂടെ ഷേക്കായി തലയൊക്കെ കറങ്ങി ഇതെല്ലാം കൂടെ ഫുഡെല്ലാം കൂടെ പറന്നൊക്കെ നടക്കുമോ എന്നൊക്കെ വെച്ചിട്ട് നീ ഫ്ലൈറ്റിലിരുന്ന് നീ ഇവിട്ടേക്ക് എയർ ഹോസ്റ്റസിൻ്റെ വായിരിക്കുന്നതെന്ന് കേട്ടാൽ ഞാൻ ചത്ത പോകത്തേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് ഞാനതൊന്നും എടുത്തില്ല, മന്ദബുദ്ധി. എൻ്റെ കുറേ മണ്ടത്തരങ്ങളുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ ബ്ലണ്ടേഴ്സും കൂടി ഞാൻ ഫസ്റ്റ് എൻ്റെ ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് വേറൊന്നിന് വേണ്ടിയിട്ടല്ല, ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ എനിക്കും കുറേ കാലം കഴിയുമ്പോൾ കാണാം, എൻ്റെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ അവർക്കും കാണാമല്ലോ. പിന്നെ കണ്ട ഈ മോഹൻലാൽ മമ്മൂട്ടി വിജയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുള്ള കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ സ്റ്റെപ്പേ കൂടെ മുകളിലോട്ട് കയറി കേട്ടോ. ഇതെൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ്. 2 ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു കേട്ടോ, കണക്ഷൻ ഫ്ലൈറ്റിൽ. അങ്ങനെ ലഗേജൊക്കെ വച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് ബുക്ക് ചെയ്ത സമയത്ത് 11A ആയിരുന്നു എൻ്റെ സീറ്റ് നമ്പർ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു അമ്മയും മോനും കൂടെ അവിടെ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കണം, ഒന്ന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ. സാധാരണ നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന പോലെ എല്ലാവരും ഫുഡ് കഴിക്കുന്നു, പാട്ട് കേൾക്കുന്നു, ഇതൊക്കെ തന്നെ പരിപാടി. ഇനി വീണ്ടും ഒരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ റായ്പൂർ എത്തും. റായ്പൂരാണ് നമുക്ക് ഇറങ്ങാനുള്ള കേട്ടോ. ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് റായ്പൂർ. അവിടെ നിന്ന് ഒരു 1 അവർ വീണ്ടും യാത്രയുണ്ട് ഈ സ്കൂളിരിക്കുന്ന സ്ഥലത്തേക്ക്, തിൽദ ന്യൂറ. ഓക്കെ, അപ്പം വേണ്ടോ അവിടെ നിന്ന് ഞാൻ സീറ്റ് മാറി കേട്ടോ. എൻ്റെ സീറ്റ് 11A ആയിരുന്നു, പക്ഷേ പിന്നെ 9Cയിലോട്ട് ഞാൻ മാറി കേട്ടോ. പക്ഷേ ഈ ഫ്ലൈറ്റിൽ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു, ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, മറ്റേതിൻ്റെ പോലെയല്ല കേട്ടോ. പിന്നെ ഇത് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു, പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ലൈറ്റൊക്കെ വരുമ്പോഴേക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ മേഘത്തിനിടയിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നൈറ്റ് ഇത് ലൈറ്റ് മട്ടൊക്കെ നമ്മൾ കാണുമ്പം വ്യൂ അടിപൊളിയായിട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര പുറപ്പാക്കാൻ അടിപൊളിയായിട്ടോ. മേഘമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നൈസായിട്ട് നമുക്ക് പോവാം. ഒരു പ്രത്യേക ഫീലാട്ടോ. സത്യത്തിൽ ഒരിട്ടെങ്കിലും എല്ലാവരും ഒന്ന് ഫ്ലൈറ്റിൽ കയറണം, അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്കും കേട്ടോ. പിന്നെ നിങ്ങൾ പലവട്ടം ഫ്ലൈറ്റിൽ പോയവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നും അറിയത്തില്ല. പക്ഷേ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നവർക്കും ഇന്നേ വരെ കയറിയിട്ടില്ലാത്തവർക്കും ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവം. അങ്ങനെ ഞാൻ റായ്പൂർ എത്തി. എൻ്റെ അടുത്ത എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഈ ലഗേജ് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുള്ളായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഓടിപ്പോകുന്നുണ്ട്. അപ്പം ഞാനും വെച്ച് പിടിച്ച് അവരുടെ പുറകെ പോയി. അപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ഇങ്ങനെ ലഗേജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനങ്ങനെ എൻ്റെ ബാഗ് ഇങ്ങോട്ട് വരുന്നതിന് 2 ദിവസം മുമ്പല്ലേ വാങ്ങിച്ചു. ഞാനങ്ങനെ മറന്നു പോകുമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഏതാ എൻ്റെ ബാഗെന്ന്. അങ്ങനെ ദാണ്ടാണ്ട് അവിടെ നിന്ന് ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിനെ പിടിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പർപ്പസ്. അങ്ങനെ അതൊക്കെ പിടിച്ച് അവിടെ ഇറങ്ങി നിന്ന് സിസ്റ്റർമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിൻ്റെ സ്കൂളാണ്. അപ്പോൾ അവർ വന്ന് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനാണ് മുന്നേ എത്തിയത്, അവർ പിന്നെ എത്തിയത് കേട്ടോ. ഞാൻ 8:30 എന്ന് പറഞ്ഞുകൊണ്ട് അവർ 8:30 ആയപ്പോഴത്തേക്ക് എത്തി. ഞാൻ 8 മണിയായപ്പോഴത്തേക്കും അവിടെ എത്തി. നമ്മുടെ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും വാങ്ങിച്ച് കഴിച്ച്. ഇതാണ് ഞാൻ ഇന്നത്തെ ദിവസം കഴിക്കുന്ന എൻ്റെ ഫസ്റ്റ് ഫുഡ്. ബാക്കി 2 ഫുഡ് വീട്ടിൽ നിന്നെടുത്തപ്പോഴും മറ്റേ എയർപോർട്ടിൽ നിന്നെടുത്തതും ഞാൻ കഴിച്ചില്ല കേട്ടോ. ദൈവമേ, 500 മസാല വെച്ചാൽ ഒരു കപ്പിനുള്ള ചായ വാങ്ങിച്ചൊരു കുട്ടകത്തിനകത്തുള്ള ചായ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയതുകൊണ്ട് ഇതൊന്നും പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പെട്ടു എന്ന് പറയുന്ന പോലെ ഒരു റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് റേഞ്ചില്ല, മര്യാദയ്ക്ക് ആൾക്കാരില്ല, നിറച്ച് പൊടിയും മണ്ണ്. എവിടെ നോക്കിയാലും നല്ല ബ്രൗൺ നിറത്തിലുള്ള മണ്ണ്, മരത്തി വരെ മണ്ണ്. നല്ല ചൂട് സമയത്താണ് ഞാനിവിടെ ചെന്ന് ചാടി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ഒന്നാന്തരം ചൂടും. അപ്പം ഈ വണ്ടിയിൽ വന്ന സാറിനോട് പറയായിരുന്നു, ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ AC കേട്ടോ, റൂമിലെത്തി കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ കോൺവെൻറ്റിലെത്തി. ഇതായിരുന്നു എൻ്റെ റൂം കേട്ടോ. അപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ ചൂടൊന്നും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങി.